നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത് ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളും സംയോജിപ്പിച്ച് നടത്തിയ ഒരു പദ്ധതിയിലൂടെയാണ്. കര, നാവിക, വ്യോമ വിഭാഗങ്ങൾ ഒരുമിച്ച് അതിശക്തമായ തോതിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നടത്തിയിരിക്കുന്നത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടായിരിക്കാം പാകിസ്ഥാൻ്റെ അതിർത്തി ഭേദിക്കാതെ നേരിട്ട് തീവ്രവാദി കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നത്. ഇത്തവണ നടന്ന ആക്രമണത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടി ഉണ്ടായിരുന്നു. ഡ്രോണുകൾ വ്യാപകമായി ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഇന്ത്യ പാകിസ്ഥാനുമായൊക്കെ നടത്തിയ യുദ്ധത്തിൻ്റെ കാലത്തൊന്നും തന്നെ ഡ്രോണുകളില്ലായിരുന്നു. എന്നാൽ ഇക്കുറി ചാവേർ ഡ്രോണുകൾ, അതായത് അവിടെ ചെന്ന് വീണ് അവിടെ മൊത്തം നശിപ്പിക്കുന്ന തരത്തിലുള്ള അതിശക്തമായ ഡ്രോണുകൾ ഇന്ത്യ ഉപയോഗിച്ചിരുന്നു. ഇന്ത്യയുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന രീതിയിൽ തന്നെയാണ് ഈ പാകിസ്ഥാനിലെ ഈ തീവ്രവാദി കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നത്. പാകിസ്ഥാനിലെ 9 കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ തീവ്രവാദി കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇല്ലാതാക്കിയിരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിലെയും, അതായത് ഇവിടെയാണ് ഏറ്റവും അധികം തീവ്രവാദി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്, അതുപോലെ പാകിസ്ഥാനിലെ മറ്റ് സ്ഥലങ്ങളിലെയൊക്കെ തന്നെ തീവ്രവാദി ക്യാമ്പുകൾ മാത്രം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇതേക്കുറിച്ചുള്ള വ്യക്തമായ പഠനം നടത്തുകയും ഇവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തുകയും ചെയ്തതിന് ശേഷം തന്നെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. 2019 ബാലാക്കോട്ട് ആക്രമണം നടത്തിയ അതേ രീതി തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത്. സാധാരണ ജനങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ജീവഹാനി ഉണ്ടാകാതെ തീവ്രവാദികളെ മാത്രം തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ബാലാക്കോട്ടിൽ അതേ രീതി തന്നെയാണ് ഇക്കുറി ഓപ്പറേഷൻ സിന്ദൂറിലൂടെയും ഇന്ത്യ നടപ്പിലാക്കിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ 4 സ്ഥലങ്ങളിലും പാക് അധിനിവേശ കാശ്മീരിലെ 5 സ്ഥലങ്ങളിലുമാണ് തീവ്രവാദി ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്നത്. ഇവയ്ക്ക് നേരെയായിരുന്നു ഇന്ത്യ വളരെ കൃത്യതയോടുകൂടിയുള്ള ഈ ഒരു ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിൽ എല്ലാ കാലത്തും തീവ്രവാദ സംഘങ്ങൾ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. പാകിസ്ഥാൻ്റെ എല്ലാവിധ സഹായങ്ങളും ഈ തീവ്രവാദ സംഘടനകൾക്ക് ലഭിക്കുകയും ചെയ്തു. ലഷ്കർ ഇ തോയ്ബ ആകട്ടെ, അതല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് ആകട്ടെ, അങ്ങനെയുള്ള എല്ലാ തീവ്രവാദ സംഘടനകളുടെയും ശരിക്കും അവരുടെ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നത് പാക് അധിനിവേശ കാശ്മീർ തന്നെയായിരുന്നു. ഈ തീവ്രവാദ സംഘടനകളുടെ എക്കാലത്തെ സ്വപ്നമായിരുന്നു കാശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളത്. പാകിസ്ഥാൻ ഇക്കാര്യം നന്നായി ബോധ്യമുണ്ട് എങ്കിൽ പോലും പാക് പട്ടാളം പല സന്ദർഭങ്ങളിലും കാശ്മീർ പിടിച്ചെടുക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിനൊക്കെ ഇന്ത്യ കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിലൂടെ നൽകിയിരിക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിലും പാകിസ്ഥാനിലുമുള്ള തീവ്രവാദി ക്യാമ്പുകൾ മാത്രമാണ് ആക്രമിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ്റെ സൈനിക ക്യാമ്പുകളൊന്നും തന്നെ ആക്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായി തീവ്രവാദി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്ഥലം കണ്ടെത്തി അവിടേക്ക് മാത്രം ആക്രമണം നടത്തുന്ന രീതിയാണ് ഇന്ത്യ ഇപ്പോൾ ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ബഹവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനവും മുറിഡ്സ്കയിലെ ലഷ്കർ ഇ തോയ്ബ ആസ്ഥാനത്തുമായിരുന്നു ആദ്യ ആക്രമണം നടന്നത്. പാകിസ്ഥാൻ സർക്കാരിൻ്റെ സഹായത്തോടെ അവരുടെ സ്പോൺസർഷിപ്പിൽ തന്നെയാണ് ഈ തീവ്രവാദ സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് ഈ തീവ്രവാദി കേന്ദ്രങ്ങൾ ഇന്ത്യ ഇപ്പോൾ ആക്രമിച്ചപ്പോൾ പുറത്തു വരുന്ന യാഥാർത്ഥ്യങ്ങൾ. പാകിസ്ഥാൻ ഇന്ത്യയെ എപ്പോഴെല്ലാം ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അന്നെല്ലാം തന്നെ അത് ശക്തമായ തോതിലുള്ള തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1965 1971 ഒക്കെ തന്നെ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. പിന്നീട് എ.ബി. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നടന്ന കാർഗിൽ യുദ്ധത്തിലുമൊക്കെ തന്നെ ഇന്ത്യക്ക് വിജയക്കൊടി പാറിക്കാൻ കഴിഞ്ഞു. ഒരിക്കലും ഇന്ത്യയെ കീഴടക്കാൻ കഴിയുകയില്ല എന്ന് പാകിസ്ഥാന് ഇന്ത്യ ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആകെ താർന്നിരിക്കുന്നൊരവസ്ഥയാണ്. സാമ്പത്തികമായും മറ്റെല്ലാ മേഖലകളിലും കനത്ത തിരിച്ചടി നേരിടുന്ന ഒരു കാലഘട്ടം. ഒപ്പം പാകിസ്ഥാനിലെ തന്നെ ബലൂചിസ്ഥാൻ പ്രവിശ്യ പോലുള്ള ഭാഗങ്ങളിൽ ശക്തമായ തോതിലുള്ള ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇന്ത്യയുമായി യുദ്ധത്തിനിറങ്ങിയാൽ അത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നത് വേണം കരുതാൻ. എന്നാൽ തുർക്കി പോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാന് സൈനിക സഹായം എത്തിച്ചുവെന്നും അതുപോലെ ചൈനയും പാകിസ്ഥാനെ സഹായിക്കുമെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതൊന്നും തന്നെ യാഥാർത്ഥ്യമായില്ല. ഇന്ത്യ കൃത്യസമയം നോക്കി ആക്രമണം നടത്തുക തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത് ഷായൊക്കെ ഉൾപ്പെടെയുള്ള ഇന്ത്യ ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ 2 ആഴ്ചയായി ഇത് സംബന്ധിച്ച ഗഹനമായ ചർച്ചകളിലും മറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പ്രതിപക്ഷം ഉൾപ്പെടെ എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചടിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ സമയമാകുമ്പോൾ അതിനുള്ള നടപടി ഉണ്ടാകും എന്ന് കേന്ദ്ര സർക്കാർ പലവട്ടം വ്യക്തമാക്കിയിരുന്നത്.